Hello friends, welcome back to Raw. Proയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മൊബൈലിൻ്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ മൊബൈൽ എന്ന് വെച്ചാൽ ഓപ്പോയുടെ Reno6 Pro എന്ന് പറയുന്നൊരു മൊബൈലാണ്. സോ ഇത് റീസെൻ്റ്ലി ലോഞ്ച് ആയൊരു മൊബൈലാണ്. ഇതിൻ്റെ ഒരു ഇൻ ഡെപ്ത് റിവ്യൂ ആയിരിക്കും ഈ വീഡിയോ. സോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗിവ് അവേ വീഡിയോ ആണ്. നമുക്ക് ഓണം വരുമല്ലേ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണ്ടേ? സോ ഇതൊരു ഗിവ് അവേ വീഡിയോ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വരെ കണ്ടിരിക്കണം. കാരണം ഈ വീഡിയോയുടെ മിഡിൽ പോർഷനിലായിരിക്കും നമ്മൾ ഗിവ് അവേ കോൺടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഈ മൊബൈലിൻ്റെ റിവ്യൂലോട്ടൊന്ന് പോകാം. സോ ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ OPPO Reno6 Pro എന്ന് പറയുന്ന മൊബൈൽ. ഒരു രക്ഷയില്ലാത്തൊരു ലുക്കാണ് ഗൈസ് ഈ ഒരു മൊബൈൽ എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു സാംസങ് ആണെന്നൊക്കെ വരെ തോന്നിപ്പോകാറുണ്ട്. അത്രയ്ക്ക് നല്ല ഫിനിഷിങ്ങും നല്ല ഒരു ഭംഗിയുള്ളൊരു ഡിസൈനാണെന്ന് തന്നെ പറയാം, പ്രത്യേകിച്ച് ഇതിൻ്റെ ബാക്ക്. സോ നമുക്ക് ആദ്യം ഈ ഒരു മൊബൈലിൻ്റെ ഡിസൈനിനെ പറ്റി ആദ്യം പറയാം. ഡിസൈനിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ബാക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്, ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ്. അതിലൊരു ഗ്ലോയിങ് കളർ എഫക്റ്റാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമുക്ക് ബാക്കിലൊരു ഓപ്പോയുടെ ലോഗോ കാണാം. നമുക്കിതിൽ ക്യാമറ ഏകദേശം 4 ക്യാമറയുണ്ട്, കൂടാതെ ഒരു ഫ്ലാഷും ഉണ്ട്. സോ അത് ബാക്കിൽ നൈസായിട്ടാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ വോളിയം അപ്പ് വോളിയം ഡൗൺ ബട്ടൺ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ അലുമിനിയം ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. സോ പ്ലാസ്റ്റിക് ഫ്രെയിം അല്ല, അലുമിനിയം ഫ്രെയിമാണ്. നമുക്കിനി റൈറ്റ് സൈഡ് നോക്കുമ്പോൾ അവിടെയാണ് പവർ ബട്ടൺ വന്നിരിക്കുന്നത്. പവർ ബട്ടണിൽ ചെറിയൊരു ഗ്രീൻ സ്ട്രൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു ഭംഗിയുണ്ട്. കൂടാതെ നമുക്ക് ഇനി ടോപ്പ് ഏരിയ നോക്കുമ്പോൾ ഇവിടെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കുണ്ട്. അവിടെ ഒരു മാറ്റ് ഫിനിഷുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ, അവിടെയും ഗ്ലോയിങ് ഒരു എഫക്റ്റുള്ളൊരു ഏരിയയാണ്. ഇനി ബോട്ടം പാർട്ട് നോക്കുമ്പോൾ നമുക്കവിടെ സിം ഇജക്ടർ, കൂടാതെ ഒരു മൈക്ക്, ടൈപ്പ് സി അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, കൂടാതെ സ്പീക്കർ. ഇത് ഇത്രയാണ് ബോട്ടം പാർട്ടിൽ വന്നിരിക്കുന്നത്. സോ വളരെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു മൊബൈൽ എന്ന് തന്നെ പറയാം. ഡിസൈനിൻ്റെ കാര്യത്തിൽ എങ്ങനെ പോയാലും നമുക്കൊരു 8 മാർക്സ് കൊടുക്കാം, കാരണം അത്രയും നല്ലൊരു ഭംഗി ഇത് നൽകുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 2 കളേഴ്സാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഫിനിഷ് വരുന്നൊരു കളറാണ്, രണ്ടാമത്തത് ഒരു ഗ്ലോ ഫിനിഷ് വരുന്നത്. സോ നമുക്ക് ബ്ലാക്ക് ഫിനിഷ് വരുന്നത് ഇതാണ്. ബ്ലാക്ക് ഫിനിഷിൽ തന്നെ നമുക്കൊരു നേവി ബ്ലൂവിൻ്റെ ഒരു ടിൻറ്റ് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതും നമുക്ക് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ്. സോ ഫിംഗർ പ്രിൻറ്റ് ഒന്നും വീഴത്തില്ല, എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ആ ഒരു ഗ്ലാസ് ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് നോക്കാം. സൈഡ് നോക്കുമ്പോൾ ബ്ലാക്ക് ഫിനിഷ് തന്നെ വന്നിരിക്കുന്നത്. ഒരു ഗ്ലോയിങ് പാർട്ടുകളുടെ സൈഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ചെറിയൊരു നേവി ബ്ലൂവിൻ്റെ ഒരു ടിൻറ്റ് വരുന്നത് പോലെ നമുക്ക് തോന്നും ലൈറ്റിങ്ങിൽ, ചെറുതായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. ബട്ട് ഓൾമോസ്റ്റ് ബ്ലാക്ക് ഫിനിഷ് മൊബൈലാണെന്ന് തന്നെ പറയാം. ഇതാണ് നമ്മുടെ ആ ഗ്ലോയിങ് കളർ. ഈ ഒരു കളർ ഒരു രക്ഷയില്ല എന്തായാലും. നമുക്കിനി ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലോട്ട് പോവാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയുമ്പോൾ ഇതൊരു 6.55 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ളൊരു ഹാൻഡ്സെറ്റാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ മീഡിയടെക്കിൻ്റെ ഡൈമെൻസിറ്റി 1200 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതിൽ വന്നിരിക്കുന്ന റാം എന്ന് പറഞ്ഞാൽ 12 GB റാമാണ്. ഇതിൽ ഒറ്റ വേരിയൻ്റ് ഉള്ളൂ, 12 GB റാം 256 GB സ്റ്റോറേജ് വരുന്നൊരു വേരിയൻ്റാണ് ഈ മൊബൈൽ. ഇതിൻ്റെ OS ഏതെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിൻ്റെ 11 OS ആണ് വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ ക്യാമറ, ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുമ്പോൾ ഇതിൽ 4 ക്യാമറയാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. മെയിൻ ക്യാമറ 64 MBയും, കൂടാതെ നമുക്ക് അഡീഷണലായിട്ട് ഒരു 8 MBയുടെ ക്യാമറയും, പിന്നെ 2 2 MBയുടെ ക്യാമറ ഇതിലുണ്ട്. സോ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു മൊബൈലാണെന്ന് തന്നെ പറയാം. മാത്രമല്ല റാം 12 GB ഉള്ളതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് നല്ല പെർഫോമൻസ് എന്തായാലും നൽകുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഫ്രണ്ടിലാണെങ്കിലും ഒരു ക്യാമറ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ പഞ്ച് ചെയ്തിരിക്കുന്ന പഞ്ച് ഹോൾ ഡിസൈനുള്ളൊരു ക്യാമറയാണ്. സോ ഇത് 32 മെഗാപിക്സലാണ് വരുന്നത്, പഞ്ച് ഹോൾ ഡിസൈനുള്ള ആ ഒരു ക്യാമറ. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആ ഒരു ബാറ്ററി കപ്പാസിറ്റി പറയുമ്പോൾ നമുക്ക് ഏകദേശം 4500 മില്യൺ ആംപിയർ ബാറ്ററിയാണ് വരുന്നത്. സോ അത്യാവശ്യം നമുക്ക് 1 ഡേയിൽ കൂടുതൽ ചാർജ് നിൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം നോർമൽ യൂസിൽ.
നമുക്ക് ഹെവി ഗെയിമിംഗ് യൂസേഴ്സൊക്കെ ആണെങ്കിൽ 1 day മാക്സിമം, അല്ലെങ്കിൽ അതിൽ താഴെ. ബട്ട് നല്ലൊരു കോൺഫിഗറേഷൻ ഉള്ളൊരു മൊബൈലാണെന്ന് തന്നെ പറയാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ Oppo Reno6 Proയുടെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമുക്ക് ഈ മൊബൈൽ ഒന്ന് ഓണാക്കി നോക്കാം. നമുക്ക് ഓണാകുമ്പോൾ ഓപ്പോയുടെ ഒരു ലോഗോയും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നുള്ളൊരു ലോഗോയും കാണിക്കുന്നുണ്ട്. ഇതിൽ വരുന്ന OS എന്ന് പറയുമ്പോൾ ColorOS ആണ് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 അവർ ഇട്ടിരിക്കുന്ന സ്കിന്നാണ് ColorOS. സോ ഇതാ ഫോൺ ബൂട്ടായി കഴിഞ്ഞിരിക്കുന്നു. നല്ല ആനിമേഷനൊക്കെ ഉള്ളൊരു വാൾപേപ്പറാണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. പെർഫോമൻസും കുഴപ്പമില്ല, നല്ലൊരു പെർഫോമൻസ് ആണെന്ന് തന്നെ പറയാം. നമുക്കിനി ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുമ്പോൾ വളരെ ഒരു ഫ്ലൂയിഡിക്കായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണെന്ന് പറയാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. സോ നമുക്ക് വളരെ ഒരു ഫ്ലൂയിഡിക്കായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാം. നമുക്കിതിൻ്റെ മാക്സിമം ഹേർട്സ് 90 ആണ്. സോ വളരെ സ്മൂത്തായിട്ട് ഈ ഒരു ഡിസ്പ്ലേ വർക്ക് ചെയ്യും. ഇതൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ കളറൊക്കെ ഭയങ്കര ആക്യുറേറ്റ് ആണ്, ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാം. പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിലും ഒട്ടും തന്നെ മോശമല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നോക്കാം. സ്റ്റോറേജ് നോക്കുമ്പോൾ നമുക്ക് 256 GB ആണ് ടോട്ടൽ വരുന്നത്. സോ ഇതിൻ്റെ നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന പോലെ തന്നെ Oppo Reno6 Pro, പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്, ColorOS വേർഷൻ്റെ 11.3 ആണ് വരുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ Dimensity 1200 ഒക്ടാ കോർ പ്രോസസ്സറാണ്. 256 GB നമുക്ക് 226 GB അവൈലബിൾ ആണ് ഇപ്പോൾ ഇതിൽ. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുകയാണെന്ന് കരുതുന്നു. സോ നമുക്ക് പെട്ടെന്നൊന്ന് ഗിവ്-അവേ കോൺടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്ന് പോകാം. സോ കോൺടെസ്റ്റ് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മൊബൈൽ വെച്ചെടുത്ത ഒരു കിറ്റിലോ ഒരു ഫോട്ടോ, അത് നിങ്ങൾ താഴെ കാണുന്ന മെയിൽ ഐഡിയിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ സെൻഡ് ചെയ്ത് തരിക. നമ്മളത് റോയുടെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം നമ്പർ ഓഫ് ലൈക്സ് ലഭിക്കുന്ന ഫോട്ടോയൊക്കെ ആയിരിക്കും ഗിഫ്റ്റുകൾ ലഭിക്കുന്നത്. സോ ഗിഫ്റ്റ് എത്ര പേർക്കുണ്ടെന്ന് വെച്ചാൽ ഒരാൾക്കല്ല, 3 പേരെയായിരിക്കും നമ്മൾ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മൊബൈലിൻ്റെ ബാറ്ററിനെ പറ്റി പറയുമ്പോൾ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററിയാണെന്ന് പറയാം. മാത്രമല്ല ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുമ്പോൾ 65 wattsൻ്റെ ചാർജറാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നായിരിക്കും നമുക്കിതിൽ ചാർജ് കയറുന്നത്. സോ അതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അടുത്തതായി ഈ ഒരു മൊബൈലിൻ്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി നോക്കാം. സോ നമുക്ക് ക്യാമറ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ക്യാമറയാണ് വരുന്നത്. സോ അത്യാവശ്യം വളരെ ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണെന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് ഇതിലെടുത്ത ഫോട്ടോസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. സോ ഇതിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് ലെൻസ് ഉണ്ട്, കൂടാതെ നമുക്കൊരു വൈഡ് ലെൻസ് വരുന്നുണ്ട്. സൂപ്പർ വൈഡാണ്, അൾട്രാ വൈഡ് ലെൻസാണ് വരുന്നത്. പിന്നെ നമുക്ക് സൂം വരുന്നത് 10x വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. സോ വളരെ ഒരു ഫീച്ചേഴ്സ് ഉള്ളൊരു ക്യാമറയാണെന്ന് തന്നെ നമുക്ക് പറയാം. ക്വാളിറ്റി ഉണ്ട്, ക്യാമറയുടെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണെന്ന് പറയാം. സോ ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് 10-ൽ 7 മാർക്ക് വരെ കൊടുക്കാൻ പറ്റും ഈ ഒരു പ്രൈസ് പോയിന്റിലൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ. സോ നല്ലൊരു ക്യാമറ മൊബൈലാണിത് എന്തായാലും. സോ അടുത്തായി നമുക്ക് ഈ ഒരു മൊബൈലിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ പെർഫോമൻസ് നോക്കാൻ നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ഗെയിം തന്നെ ഒന്ന് ഓപ്പൺ ആക്കാം.
അധികം ടൈമൊന്നും എടുക്കുന്നില്ല ഗെയിമിൽ ലോഡാകാൻ വേണ്ടി. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത ഒരു 10 സെക്കൻഡ് പോലും എടുത്തില്ല. അതിന് മുന്നേ ഗെയിം ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നോക്കണം, ഗെയിം ഇതിലെങ്ങനെയാണ് കളിക്കുക എന്നുള്ളതിന്. അപ്പോൾ പെർഫോമൻസ് നമുക്ക് നോക്കണം. ഇതിലിപ്പോൾ സൈനിങ് ഒക്കെ കാണിച്ചു. ആ ഗെയിം ലോഡായിട്ടുണ്ട്. സോ ഇതിപ്പോൾ ഒരു ട്രെയിനിങ് മോഡിൽ കിടക്കുകയാണ്. ഡിസ്പ്ലേ ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ലാഗൊന്നുമില്ല, 0 ലാഗാണ്. സോ ഗെയിമിങ്ങിന് പറ്റിയൊരു മൊബൈലാണെന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാം. കാരണം 12 GB റാമൊക്കെ ഉള്ള ഒരു മൊബൈലാണ്. സോ അതിൻ്റേതായ പെർഫോമൻസ് എന്തായാലും നൽകും. ഒട്ടും തന്നെ ലാഗില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഗെയിംസൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഗെയിമിംഗ് പെർഫോമൻസ്. സോ ഈ ഒരു മൊബൈലിൽ ഗെയിംസും നന്നായിട്ട് കളിക്കാൻ പറ്റും. ഗെയിംസും ക്യാമറയും ഡിസ്പ്ലേ ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഈ ഒരു ബഡ്ജറ്റിൽ നല്ല സൂപ്പർ ക്വാളിറ്റിയാണെന്ന് തന്നെ പറയാം. ഈ ഒരു മൊബൈലിൻ്റെ സെക്യൂരിറ്റി ഫീച്ചറിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് ലോക്ക് അവൈലബിൾ ആണ്, കൂടാതെ ഫേസ് ഡിറ്റക്ഷനും അവൈലബിൾ ആണ്. ഈ ഒരു മൊബൈൽ എങ്ങനെയുള്ള ഒരാൾക്ക് പറ്റുകയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗെയിമറിന് പറ്റിയൊരു മൊബൈലാണെന്ന് പറയാം. കാരണം 12 GB റാമുണ്ട്, സ്റ്റോറേജ് 256 GB ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ അത്യാവശ്യം എടുക്കുന്നവർക്കും നല്ലൊരു മൊബൈലാണെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ഒന്ന് കേട്ടാവുക. ഇതിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് മോണോ സ്പീക്കേഴ്സാണ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല. സോ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡൗൺ സൈഡ്. ഇതാണ് സ്പീക്കറിൻ്റെ ഒരു ക്വാളിറ്റി. സോ ഒരു മോണോ സ്പീക്കർ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, മാത്രമല്ല നല്ലൊരു ലൗഡ്നെസ്സും ഉണ്ട്. എങ്കിലും നമുക്ക് ആ സ്റ്റീരിയോയിൽ അത്ര ഒരു പ്യുവർ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. സോ ഇത് മാത്രമാണ് ഈ ഒരു മൊബൈലിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറയുന്നത്. ഓപ്പോ Reno 6 Proയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 39,990 റുപ്പീസാണ്. സോ ഇതിന് ഒറ്റ വേരിയൻ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ, അതായത് 12 GB റാമും 256 GB സ്റ്റോറേജും വരുന്നത്. നമുക്കിന്ന് ഈ ഓപ്പോ Reno 6 Pro എന്ന് പറയുന്ന മൊബൈൽ റിവ്യൂവിനായി നൽകിയിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള J2 മൊബൈൽസാണ്. J2ൻ്റെ ഷോറൂംസ് ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളൂർ, കേശവദാസപുരം, ശ്രീഹരിത്തെല്ലാം അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു മൊബൈൽ എടുക്കാൻ താല്പര്യപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഓഫേഴ്സൊക്കെ ഇട്ട് തരുന്നൊരു ഷോപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് അവിടുന്ന് മൊബൈൽസ് ചൂസ് ചെയ്യാം. പല വെറൈറ്റി, പല ബ്രാൻഡ്സിലെ മൊബൈൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കാരണം ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. സോ പുതുപുത്തൻ നല്ല അടിപൊളി കിടിലം വീഡിയോസായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു, ബൈ.